morning devotion. I'm forever yours. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ ശുശ്രൂഷകളൊക്കെ കഴിയുമ്പം അനുഗ്രഹത്തിന്റെ ഒരു വാക്യം പറയാറുണ്ട് ശുശ്രൂഷകന്മാരൊക്കെ. നമ്മുടെ കർത്താവ് യേശുവിന്റെ കൃപയും ദൈവസ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായി. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായി. നമ്മളിത് 3 വ്യക്തികളായിട്ടാണ് കാണുന്നത്. പിതാവിൽ നിന്ന് ഇങ്ങനെ സ്നേഹം ഒഴുകിക്കൊണ്ടിരിക്കുക, പുത്രനിൽ നിന്ന് കൃപ ഒഴുകിക്കൊണ്ടിരിക്കുക, ആത്മാവിൽ നിന്ന് കൂട്ടായ്മ ഒഴുകിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ അങ്ങനെയാണോ വാക്യത്തിന്റെ അർത്ഥം? പിതാവായ ദൈവം സ്നേഹിക്കുന്ന ദൈവം, സ്നേഹവാനായ ദൈവം, സ്നേഹിക്കുന്നവനായ ദൈവം ആ സ്നേഹത്തെ വെളിപ്പെടുത്താനായിട്ട് പലയിടത്തും ആളുകളെ ശിക്ഷിച്ചിട്ടുണ്ട്. കാരണം അവര് നശിക്കരുതെന്നുള്ള പദ്ധതിയുടെ പുറത്ത് പലപ്പോഴും ശിക്ഷയായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്നേഹം ശിക്ഷയിലൂടെയും ശിക്ഷണ നടപടിയിലൂടെ എല്ലാം വെളിപ്പെട്ടപ്പോൾ മനുഷ്യൻ ഒരു മാറ്റം ഉണ്ടായി. ദൈവം ആഗ്രഹിച്ച നിലയിലേക്ക് ശിക്ഷകളൊന്നും എത്തിക്കാതിരിക്കെ ന്യായപ്രമാണത്തിന് സാധിക്കാതെ പോയതിനെ പുത്രനിൽ അയച്ചു. പുത്രനെ ജഡത്തിൽ, പുത്രനെ ജഡ സാദൃശ്യത്തിലും പാപ ജഡ നിമിത്തവും ഭൂമിയിലേക്ക് അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പൊ അവിടെ വെളിപ്പെട്ടത് പുത്രനായ ദൈവം, ആമേൻ, യേശുവിന്റെ പിതാവായ ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടത് യേശുവിലൂടെ. അപ്പൊ കൃപ വെളിപ്പെട്ടപ്പോ ഇതുവരെയും സ്നേഹം കൊണ്ട് ശിക്ഷിച്ചിരുന്നവനായ ദൈവം, പുത്രനായ ദൈവമായി അവൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ സ്നേഹം കൊണ്ട് അവൻ ക്ഷമിച്ചു, മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടു. അപ്പൊ അങ്ങനെ ശിക്ഷണ നടപടിയിലൂടെ അകന്നിരുന്നവനായ ദൈവം മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മനുഷ്യനോട് ക്ഷമിച്ചു. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായി അവൻ തന്നെ ക്രൂശിൽ മരിച്ചു, പാപത്തിന് വില കൊടുത്തു. ആ ദൈവം ആ കൂട്ടായ്മ ഇല്ലാതിരുന്ന മനുഷ്യന് ക്ഷമയിലൂടെ കൂട്ടായ്മ മടക്കി തന്നു. ഇത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് ദൈവത്തിന്റെ കർശനമായ ശിക്ഷണ നടപടികളിൽ നിന്ന് സ്നേഹവാനായ, ആമേൻ, കൃപയുള്ളവനായ ദൈവം മാറി അവൻ നമ്മെ കൂട്ടായ്മയിലേക്ക് നടത്തിയിരിക്കുക. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഈ കൂട്ടായ്മയുടെ ബോധ്യം നിങ്ങളെ നയിക്കട്ടെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. എനിക്ക് കുറവുകളുണ്ട്, ബലഹീനതകൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല. അവൻ എന്നോട് ക്ഷമിച്ച് അവൻ എൻ്റെ കൂടെ ഇരിക്കുകയാണെന്നുള്ള ബോധ്യത്തിൽ ഇന്നത്തെ പകൽ ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് പോകാം. God bless you. Amen.